അത് ഞാൻ തപ്പിയപ്പോ ഇതേ കിട്ടിയോളൂ. അയ്യോ അത് തന്നല്ലേ എടുത്തോണ്ട് പറ. മാന്യ സദസ്സിന് വന്ദനം. ഈ നാടകത്തിലെ കഥയ്ക്കോ കഥാപാത്രങ്ങൾക്കോ മരിച്ചവരോ ജീവിച്ചിരിക്കുന്നവരോ ആയി യാതൊരു ബന്ധവുമില്ല. ഇനി നിങ്ങൾക്ക് എന്തേലും ബന്ധം തോന്നിയാൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. ടീം ചാത്തൻസ് അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്ന ഈ വർഷത്തെ ഏറ്റവും പുതിയ നാടകം വിഭാണ്ഡക ലീലകൾ. രാജാവേ, ഞാൻ രാജാവിനെ ഇരുത്തിക്കൊണ്ട് പറയുമല്ല, ഇരുന്നോണ്ട് പറയാം. അല്ല, എന്നെ ഇരുത്താൻ നോക്കണ്ട, താൻ പറഞ്ഞു. അതെ, രാജാവ് കുറച്ചു കാലമായിട്ട് ഞാൻ എന്റെ മനസ്സിൽ വളരെ സുന്ദരനായിട്ട് എനിക്ക് തോന്നുന്നു. എന്ത്? വളരെ മനോഹരനായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ നല്ല സുന്ദരനായി? സത്യമാണോ ഈ പറയുന്നത്? സത്യം. ആരെവിടെ? ഈ രാജഗുരുവിന് ഒരു 100 പൊൻപണം കൊടുക്കൂ. ഉത്തരവ് പോലെ. അത് മാത്രമല്ല, പിന്നെ ഈ നാട്ടിലുള്ള സ്ത്രീകൾക്ക് മുഴുവൻ രാജാവിന്റെ മനോഹരമായ മുഖം കാണാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്താണ് രാജഗുരു ഈ പറയുന്നത്? വളരെ സുന്ദരനാണ് നിങ്ങൾ. അങ്ങ് ഈ പറയുന്ന പരമാർത്ഥമാണോ? സത്യം. ആരെവിടെ? ഇവിടെ തന്നെ ഉണ്ട്. ഈ രാജഗുരുവിന് ഒരു 100 പൊൻപണം കൂടെ കൊടുക്കൂ. എന്താ ചെയ്യുക? ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയാൽ പ്രജകൾ അല്ല, ഈ തരാന്ന് പറഞ്ഞിട്ട് തരുന്നില്ലല്ലോ. താങ്കൾ എന്നെ ഒന്ന് സുഖിപ്പിച്ചു, തിരിച്ച് ഞാനും ഒന്ന് സുഖിപ്പിച്ചു. അത്രയേ ഉള്ളൂ. മഹാരാജൻ, നമ്മുടെ രാജ്യത്ത് കഷ്ടങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ജലമില്ലാതായി വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് എത്രയും വേഗം വരൾച്ച മാറ്റി ജലത്തിനുള്ള എന്തെങ്കിലും പണി ചെയ്തില്ലെങ്കിൽ നമ്മുടെ രാജ്യം ദുരന്തത്തിലേക്ക് മാറും. രാജഗുരു, ഇതിനെന്താണ് ഒരു പ്രതിവിധി? ഇതിന് പ്രതിവിധി എന്ന് പറഞ്ഞാൽ അഗ്നിലക്ഷണം നോക്കി പറയാൻ പറ്റും. എങ്കിൽ വേഗം അഗ്നിലക്ഷണം നോക്കി പറയൂ രാജഗുരു. ഒരു ഘോര വനത്തില് ക്ഷിപ്രഗോപിയായ ഒരു മുനിയുണ്ട്. റിപ്പർ ഗോപിയോ? അതാരാണ്? ഗോപി അല്ലെന്ന്, ക്ഷിപ്രഗോപി. അദ്ദേഹത്തിനൊരു മകനുണ്ട്. അവനെ കൊണ്ടുവന്നാൽ ഇവിടെ വെള്ളം കൊണ്ടുവരാം. രാജഗുരു, ആ കുമാരൻ വന്നാൽ നമ്മുടെ രാജ്യത്തെ ഈ വരൾച്ച മാറിക്കിട്ടുമോ? തീർച്ചയായും മാറിക്കിട്ടും. അതിന് നാം എന്ത് ചെയ്യണം രാജഗുരു? അതിന് കന്യകയായ ഒരു പെണ്ണ് വേണം. കന്യകയോ? ആ പെണ്ണ് എന്ന് അവനെ വശീകരിച്ച് ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ ആരാണുള്ളത്? അങ്ങനെ ഒരാളുണ്ട്. അതാര്? മാലിനിയുടെ മകൾ വൈശാലി. എങ്കിൽ വൈശാലിയെ എത്രയും വേഗം കൊട്ടാരത്തിലെത്തി. ഉത്തരവ് പോലെ. വൈശാലിയെ നാം വിളിപ്പിച്ചത്, വൈശാലിയെ നാം ഒരു ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യം കൊടും വരൾച്ചയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷ നേടാൻ കൊടും വനത്തിൽ താമസിക്കുന്ന വിഭാണ്ഡക മഹർഷി എന്ന് പറയുന്ന മുനിവര്യന്റെ ഏകമകൻ അദ്ദേഹത്തിനെ വശീകരിച്ച് നമ്മുടെ ഈ രാജ്യത്ത് എത്തിച്ചാൽ നമ്മുടെ രാജ്യത്ത് മഴ പെയ്യും. അപ്പം വൈശാലി ഈ ദൗത്യം ഏറ്റെടുക്കും. ब्रह्मचारिण स्वाहा विमायन्त ब्रह्मचारिण स्वाहा दमायन्त ब्रह्मचारिण स्वाहा समायन्त ब्रह्मचारिण स्वाहा. മകനെ കുമാര, നീ വേദങ്ങളെല്ലാം പഠിച്ച് വലിയൊരു മുനിശ്രേഷ്ഠനാകാൻ പോവുകയാണ്. നാം ഒരു ചോദ്യം ചോദിക്കട്ടെ. ഋതുവേദം, ഋഗ്വേദം, സാമവേദം, അഥർവവേദം, ഈ വേദങ്ങളിലെല്ലാം ഏത് വേദമാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്? രതി നിർവേദം. മനസ്സിലായില്ല? രതി നിർവേദം. എടാ കാല, ചുമ്മാ അത് മുടിഞ്ഞു പോകത്തുള്ള നീ കാട്ടിക്കൊണ്ടുണ്ടല്ലോ ജീവിതം മൊത്തം പക്കാൻ പിടി നടക്കുന്നത്. എന്നാ പണിയാണ് നീ കാണിക്കുന്നത്? എടാ നിനക്ക് കോൺസെൻട്രേഷൻ ഇല്ല, ഏകാഗ്രത ഇല്ല. ആരാണ് നീ? ഞാൻ വൈശാലി, അപ്പുറത്തെ ആശ്രമത്തിലെ മുനികുമാരിയാണ് ഞാൻ. പക്ഷെ ഞാൻ ഇന്ന് വരെ ഇവിടെ കണ്ടിട്ടില്ല. ഇത് എന്തൊക്കെയാണ്? ആരാണ്? സോറി, ഋഷി കപൂറ്. ഋഷി കപൂറോ? ആരാണ്? ആരാന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ? കളിയാക്കാനുള്ള പരിപാടി ആരാണ്? നീ എല്ലാം മറക്കുന്നു. നീയാണ് പേരെന്താ മറന്നുപോയത്? ഞാനെല്ലാം മറക്കുന്ന. എന്തായിരുന്നു പേര്? എന്റെ ഋഷിരാജ്. എന്റെ ഋഷി
എന്റെ പേരിനർത്ഥം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഋഷ്യശൃംഖൻ. ഋഷ്യശൃംഖൻ. ഋഷ്യശൃംഖ, നീ നിന്റെ ദൗത്യം മറക്കുന്നു. അവൾ നിന്നെ തേച്ചിട്ട് പോവും. പിന്നെ നീ അനുഭവിച്ചോണം. നീ അവിടെ ഇരുന്നോണ്ട് നിന്റെ കാര്യം നോക്കിയാൽ മതി, മനസ്സിലായ? മര്യാദയ്ക്ക് പേര് ഓർത്ത് പഠിക്കാൻ നോക്ക്. എന്നെ നന്നാക്കാം. പശ്ചാത്തപിക്കേണ്ടി വരും. നീ പശ്ചാത്ത ഇവിടെ കല്ലുണ്ടോ അവിടെ? എന്താ നോക്കുന്നേ? അയ്യോ, അറിയല്ലേ, അറിയല്ലേ, അറിയല്ലേ. എന്റെ അടുത്ത് കളിക്കാൻ മണപ്രണാമം. മമ പ്രണാമം. കുമാര, ആരാണ് നിങ്ങൾക്ക്? ഇത് ഞങ്ങളുടെ രാജ്യത്തെ രാജാവാ. ഇവളൊരു ദൗത്യവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ വളച്ചുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തെത്തിയാൽ ഞങ്ങളുടെ രാജ്യത്ത് മഴ പെയ്യും. ആണോ? അതെ, അതെ. എന്നാൽ ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു. എന്തിന്? ഞാനും ഈ കുട്ടിയും തമ്മിൽ പ്രേമത്തിലാണ്. അമ്പട ജിഞ്ചിന്നാക്കടി പ്രേമമോ? ഈ അച്ഛൻ വരുന്നു. ഏത് പള്ളിയില്? പള്ളിയിലല്ല, ആശ്രമത്തിലെ അച്ഛൻ, എന്റെ അച്ഛൻ. ക്ഷമിക്കണം മുനീർ ഭായി, ക്ഷമിക്കണം മുനീർ ഭായി, ക്ഷമിക്കണം. മുനീറോ? മുനീറല്ല, ഞാൻ മുനിയാണ്. അതെ, മുനി ഭായി ക്ഷമിക്കണം. ആരൊക്കെ എന്തൊക്കെ മനസ്സിലാവുന്നില്ല. അതെ, അങ്ങയുടെ മകൻ ഞങ്ങളുടെ രാജ്യത്തെ കുട്ടിയെ പ്രേമിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. എന്റെ മകനോ? അതെ. ഇവിടെ എന്നെ കാട്ടിക്കുട്ടിയത് പ്രേമിച്ച് പോയ സാർ. പ്രേമിച്ചോ നീ? എങ്ങനെ ഒപ്പിച്ചെടുത്തു? വന്ന് കയറിയതാ. ഒരു കഴിഞ്ഞ് മീൻ വെക്കാറ് ഞാൻ ചോദിച്ചു. പച്ചക്കറി കൂട്ട് മടുത്തിരിക്കുക. അതിന് ഇവിടെ തന്നെ നിർത്തിക്കോ, അങ്ങോട്ടൊന്നും പറഞ്ഞു വിടണ്ട. നീ പ്രേമിച്ചോ കേട്ടോ, കല്യാണം ഞാൻ നിർത്തില്ല. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്. ഇല്ല, കൂട്ടിക്കൊണ്ട് പോകണ്ട, അവരിവിടെ താമസിക്കും. മുനീർ ഭായി അങ്ങനെ പറയരുത്. മുനി അങ്ങനെ പറയരുത്. എങ്ങനെ പറയണം? ഈ കുമാരനും കുമാരിയും ഞങ്ങളുടെ രാജ്യത്ത് എത്തിയാലേ എന്റെ രാജ്യത്ത് മഴ പെയ്യുള്ളൂ. ഞങ്ങളുടെ നാട് വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ ഞങ്ങളുടെ കൂടെ അയക്കണം മഹാപ്രഭു. ആയിക്കോട്ടെ, നിങ്ങൾ ഏത് രാജ്യമാണെന്നാ പറഞ്ഞത്? ഞങ്ങൾ അംഗരാജ്യത്തുനിന്ന് വരുന്നു. അംഗരാജ്യം? അതെ. അപ്പോൾ ഈ കുട്ടി? ഞാൻ മാലിനിയുടെ മകൾ വൈശാലി. മാലിനിയുടെ മകൾ വൈശാലി? ഇത് നടക്കില്ല. അപ്പൊ അച്ഛൻ ആദ്യം സമ്മതിച്ചിട്ടപ്പ ഞാൻ അന്നേരം സംഭവിച്ചു. പക്ഷെ ഈ നിൽക്കുന്ന കുട്ടി നിനക്കറിയുമോ, ഒരു സീസണിൽ മഴയിലായിരുന്ന സമയത്ത് ഈ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി ഞാനാ പോയി മഴ പെയ്ച്ചത്. അന്ന് മാലിനുണ്ടായ ഒരു സിഗ്നേച്ചർ മോനെ നിൽക്കുന്ന കുട്ടി. ഈ കുട്ടി നിന്റെ പെമ്മയാടാ, ചേച്ചിയാടാ, മോനെ. അപ്പോ പണ്ട് എന്റെ രാജ്യത്ത് മഴ പെയ്യിക്കാൻ വന്നത് അങ്ങാണോ? ഞാനാ മഴ പെയ്ച്ചത്. കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല മുനിവരിയ. സത്യം, എനിക്ക് മനസ്സിലായില്ല. അങ്ങ് എനിക്കും മനസ്സിലായില്ല. എന്നോട് ക്ഷമിക്കണം മുനിവരിയ. അന്ന് അങ്ങയ്ക്ക് ഒന്നും തരാൻ എനിക്ക് സാധിച്ചില്ല. അതെ, ഒന്നും തരാൻ എനിക്ക് സാധിച്ചില്ല. ഞാൻ പതിലേക്ക് ഇറങ്ങി ഓടുമല്ലായിരുന്നു. മേടിക്കാൻ പറ്റില്ല. എന്നോട് ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം. ഈ അവസരത്തിൽ എനിക്കതിന് പ്രത്യുപകാരം ചെയ്യണം. എനിക്കതിന് പ്രത്യുപകാരം തന്നോളൂ, തന്നോളൂ. രണ്ടു കൈ കൂട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. എനിക്കതിന് പ്രത്യുപകാരം ചെയ്യണം. എനിക്കതിന് പ്രത്യുപകാരം ചെയ്യണം. തന്നോളൂ. എന്റെ രാജ്യത്ത് വന്ന് പോക്കത്രം കാണിച്ചിട്ട് ഋഷ്യശൃംഖന് പകരം ഇനി ആര്? അംഗരാജ്യത്ത് മഴ പെയ്യുമോ? കാത്തിരുന്ന് കാണുക. ഇതാണ് ലുങ്കി. ചിലയിടത്ത് കൈലി, ചിലയിടത്ത് പേശ. പണ്ട് അച്ഛനപ്പൂവന്മാർ ഇത് ഉപയോഗിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു പഴഞ്ചൻ സാധനമാണെന്ന്. പക്ഷെ ഇതൊരു ഡുണുക്ക് ഡിസ്കമ്പി സാധനമാണ്. വെക്കണ്ട, വലിച്ചു കയറ്റണ്ട, സിബിടണ്ട, ഉക്കിടണ്ട, ഊരുക, ഉടുക്കുക. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇറ്റ്സ് എ ഡാൻസിംഗ് കോസ്റ്റ്യൂം കം ഡാൻസിംഗ് എക്യുപ്മെന്റ്. Let's get ready to rumble. She's crazy like a fool.
back again. Brothers, sisters, everybody sing. Gonna bring the flame, I'll show you how. Got a question for you, better answer now. Yeah. Am I original? Yeah. Am